മണ്ണ് മാഫിയ നിയമം ഉണ്ടല്ലോ, BS കൊണ്ടുവന്നത്, BS കാലത്തെങ്ങാണ്ട് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഈ തണ്ണീർത്തണ്ണ നിയമം, അതിൻ്റെ പ്രധാന ഉദ്ദേശം ഒന്നുണ്ടായിരുന്നുള്ളൂ. പാർട്ടിക്കാർക്ക് 5 പൈസ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആളുകൾ അവിടെ ഇവിടെ പ്ലോട്ടുകൾ നിരത്തുന്നുണ്ട്, മണ്ണിടുന്നുണ്ട്. പാർട്ടിക്കാർക്ക് 5 പൈസ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പാർട്ടിക്കാർക്ക് കാശ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമാണ്. ഇപ്പോഴും നിരത്തേണ്ട സ്ഥലത്തൊക്കെ ആളുകൾ നിരത്തുന്നുമുണ്ട്, എല്ലാം ചെയ്യണമുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇയാളെന്നെ ആരുടെ നെഞ്ചത്തേക്ക് ഇട്ടിട്ട് മഹീന്ദ്ര ചെറിയ വണ്ടി ഉണ്ടോ? ഒരു മയമല്ല, മണ്ണ് മാഫിയ പോണേ. 80 കിലോമീറ്റർ സ്പീഡിൽ കുറച്ച് ഓടിക്കുകയില്ല ഈ ലോഡും വെച്ചോണ്ട്. ആ വളവൊക്കെ എടുക്കണുണ്ടില്ല, അത്രയും ഡേഞ്ചറായിട്ട് വളവാണ്. ഒരു മര്യാദക്കൊന്നും, അത്രയും വലിയ വണ്ടിയാണ്. റോഡിലെ ചെളി കംപ്ലീറ്റ് കിടക്കുക. ഇതൊന്നും ഫൈൻ അടിപ്പിക്കില്ലായിരിക്കും അവന്മാർക്കൊന്നും. സാധാരണക്കാരന് ഇപ്പം ഞാനൊക്കെ ചെയ്തെങ്കിൽ പിറ്റേ ദിവസം മുതൽ 10,000 രൂപ ഫൈൻ, 30,000 രൂപ ഫൈൻ, 60,000 രൂപ, 1,00,000 രൂപ ഫൈൻ. നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ ചെയ്യണമെങ്കിൽ ഈ മണ്ണ് മാഫിയ ചെയ്ത ഒരു കുഴപ്പമില്ല, ഫൈനും ഇല്ല, അങ്ങോട്ട് കാശ് കൊടുക്കാൻ. അതാണ് ഇവിടുത്തെ നിയമം. ഇന്ത്യയിലെ നിയമം പല രീതിയിലാണ്. മാഫിയയ്ക്ക് ഒരു നിയമം, സാധാരണക്കാർക്ക് വേറെ നിയമം. അത് അങ്ങനെയുള്ള ഇത് വരുന്നതുകൊണ്ടാണ് ഇപ്പം ഈ നേപ്പാൾ പോലെയുള്ള കണ്ടില്ലേ, ഈ മാഫിയയ്ക്ക് ഒരു നിയമം, സാധാരണക്കാരന് വേറെ നിയമം. ഇവിടെ ഈ കമ്പനികളിലും മാഫിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രാഷ്ട്രീയക്കാരെ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും ഉണ്ടല്ലോ, അവനെയൊക്കെ ഈ നേപ്പാൾ പോലെ നാളെ ജനങ്ങൾ കൈകാര്യം ചെയ്യല്ലേ എന്ന് നോക്കി. നേപ്പാളിൽ കണ്ടില്ലേ, അതേ മട്ട് ഇവിടെ വരും. കേരളത്തിലും വരും, ഇന്ത്യയിലും വരും, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും വരും. നേപ്പാളിൽ ഇവിടെ കൈകാര്യം ചെയ്യും ഈ കള്ള രാഷ്ട്രീയ കൂട്ടം. ഒക്കെ കള്ളന്മാരാണ്. കോൺഗ്രസ്സും അതെ, BJP അതെ, കമ്മ്യൂണിസ്റ്റും അതെ, മൊത്ത കള്ളന്മാർ. ഈ കമ്പനിയുടെ കൂടെ നടന്ന് ഓരോ വഷളയൊക്കെ നേപ്പാളി കൈകാര്യം ചെയ്യുന്നവന്മാരെ കൈകാര്യം ചെയ്യും.